മൂന്നാം ലോക രാഷ്ട്രങ്ങളടക്കം വിവര സാങ്കേതിക വിദ്യയുടെ ചിറകിലേറി മുന്നോട്ട് കുതിക്കുമ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ കമ്പോള മുതലാളിത്ത രാജ്യമായ അമേരിക്കയിൽ ഇന്നും നവീന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒന്നും തന്നെ ഉപയോഗിക്കാത്ത അതീവ സന്തുഷ്ട കുടുംബജീവിതം നയിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട്. അവരത്രേ അമിഷ് ജനത. ആശുപത്രികളെ ആശ്രയിക്കാതെ വീടുകളിൽ തന്നെ പ്രസവിച്ച് യന്ത്രങ്ങളിലൊന്നും ഉപയോഗിക്കാതെ കാളയെയും കുതിരയെയും ഉപയോഗിച്ച് കൃഷി ചെയ്ത് ആധുനിക മോട്ടോർ വാഹനങ്ങളോ ആധുനിക വൈദ്യശാസ്ത്ര രീതികളോ മരുന്നുകളോ ഒന്നും ഉപയോഗിക്കാതെ തീർത്തും പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്നവരാണ് അമിഷ് ജനത. അമേരിക്കയിൽ ഏതാണ്ട് 3 ലക്ഷത്തിലധികം അമിഷന്മാർ താമസിക്കുന്നു. സ്വിസ് ജർമ്മൻ ബന്ധങ്ങൾ അവകാശപ്പെടാവുന്ന ക്രിസ്തീയ മതവിശ്വാസത്തിൽപ്പെടുന്നവരാണ് അമിഷ് ജനത. ലളിതമായ വസ്ത്രധാരണം, ജീവിത രീതികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാനുള്ള വിമുഖത എന്നിവ ഇവരുടെ സവിശേഷതകളാകുന്നു. അമേരിക്കയിലെ പെൻസിൽവേനിയ, ഓഹിയോ, ഇൻഡ്യാന, കാനഡയിലെ ഒൻറ്റാറിയോ എന്നിവിടങ്ങളിൽ ഇവരെ കാണാം. ഓരോ അമിഷ് കുടുംബത്തിലും 6-7 മക്കളെ കാണാം. വലിയ കുടുംബങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്തുന്നു. 1992 2017 ഇടയ്ക്ക് അമേരിക്കൻ ജനസംഖ്യ വെറും 23% മാത്രം വർദ്ധിച്ചപ്പോൾ അമിഷന്മാരുടെ എണ്ണം 149% കൂടിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. അവർ കറണ്ട് ഉപയോഗിക്കാറില്ല. ടെലിഫോൺ സൗകര്യം, യന്ത്രവൽകൃത യാത്രാവാഹനങ്ങൾ, ഫാഷനബിളായ വസ്ത്രങ്ങൾ, ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് എന്നിവയോടെല്ലാം മുഖം തിരിഞ്ഞു നിൽക്കുന്നു. കുടുംബ ഭദ്രതയ്ക്കും ബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കും മുന്തിയ പരിഗണന, കായികാധ്വാനത്തോട് കാട്ടുന്ന താൽപ്പര്യം, വിനയം, സഹജീവി ബോധം, ദൈവവിശ്വാസം ഒക്കെ ആധുനിക സമൂഹത്തിന് അവരിൽ നിന്നും പഠിക്കാം. അമീഷ് വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ പ്രവണതയുള്ളവരെ അവർ ഒഴിവാക്കുന്നു. എങ്കിൽ പോലും ഏതാണ്ട് 90% അമിഷ് കൗമാരക്കാരും വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ താൽപ്പര്യമുള്ളവരാണെന്നത് നമ്മെ അത്ഭുതപ്പെടുത്തും. 8ാം ക്ലാസ് ആകുമ്പോഴേക്കും അമിഷ് കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തി ജീവിക്കാനുള്ള വിദ്യകളിലേക്ക് വഴിമാറും. വ്യക്തി കേന്ദ്രീകൃത മത്സരാധിഷ്ഠിത രീതികളിൽ നിന്നകന്ന് ശാന്തമായ ജീവിതം നയിക്കാൻ അവരിഷ്ടപ്പെടുന്നു. സ്വന്തം സമൂഹത്തിൽ നിന്നു മാത്രം വിവാഹം കഴിക്കുന്ന രീതി പിന്തുടരുന്നതുകൊണ്ട് ഇവരുടെ ഇടയിൽ ജനിതക വൈകല്യമുള്ള കുട്ടികളുടെ ശതമാനം അല്പം കൂടുതലാണ്. സാധാരണ അമേരിക്കക്കാരിലുള്ളതിനേക്കാൾ 37% കുറവാണ് അമിഷന്മാരിലുള്ള ക്യാൻസർ നിരക്ക്. മറ്റുള്ളവരെക്കാൾ സൂര്യപ്രകാശം ഏൽക്കുന്നവരാണെങ്കിലും ത്വക്ക് ക്യാൻസറും ഇവരിൽ വളരെ കുറവാണ്. പരന്ന തൊപ്പിയും നീണ്ട താടിയും കൈ മുഴുവൻ മറഞ്ഞുകിടക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളും ഇവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കും. ഇവരുടെ ഇടയിൽ ആത്മഹത്യാ നിരക്കും അമേരിക്കൻ ശരാശരിയുടെ പകുതി മാത്രമാണ്. കുടുംബാസൂത്രണ മാർഗങ്ങൾ അവലംബിക്കുന്നതിൽ ഇവർ വൈമുഖ്യം കാണിക്കുന്നു. ഗർഭചിത്രത്തിനും അമിഷന്മാർ എതിരാണ്. ഇനി അമിഷ് കൃഷിയിലേക്ക് വരാം. അവരുടെ വിശ്വാസമനുസരിച്ച് കൃഷി ഏറ്റവും വിശുദ്ധമായ തൊഴിലാണ്. വളരെ കുറച്ച് മാത്രം ഊർജം ചെലവഴിച്ച് അവർ ഭേദപ്പെട്ട വിളവ് നേടുന്നു. കായികാധ്വാനത്തിലൂടെ മണ്ണിൽ പണിയെടുക്കുന്നതും കാലി കോഴി വളർത്തലുമൊക്കെ ദൈവത്തിനൊപ്പം ദൈവഹിതം പാലിക്കാനുള്ളതാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വിളപരിക്രമത്തിൻ്റെ ക്രോപ്പ് റൊട്ടേഷൻ പ്രാധാന്യം നന്നായി മനസ്സിലാക്കിയവരാണ് അമിഷന്മാർ. ചോളകൃഷി കഴിഞ്ഞാൽ ഓട്സ്, അത് കഴിഞ്ഞാൽ ഗോതമ്പ്, പിന്നെ സോയാബീൻ, അങ്ങനെ. 1988 കണക്കനുസരിച്ച് ഒരു ശരാശരി അമേരിക്കൻ കർഷകന്റെ കൃഷിച്ചെലവ് ഏക്കർ ഒന്നിന് $393 ആയിരുന്നപ്പോൾ അമീഷ് കർഷകന്റെ കൃഷിച്ചെലവ് വെറും $50 ആയിരുന്നു. ശാസ്ത്രത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് നല്ലതാണോ മോശമാണോ എന്ന് വ്യക്തിനിഷ്ഠമായി വിലയിരുത്താം. എന്നാൽ പരിസ്ഥിതിക്ക് കേടുപറ്റാതെ ശാരീരികാധ്വാനത്തിലൂടെ കൃഷി ലാഭകരമാകുന്നു എങ്കിൽ അമിഷന്മാരെ നമുക്കും മാതൃകയാക്കാം. ഇതുതന്നെയല്ലേ ശ്രീ സുഭാഷ് പലേക്കർ പറഞ്ഞ ചെലവില്ലാ കൃഷി? പക്ഷേ ഇത് നടക്കണമെങ്കിൽ കായികാധ്വാനത്തിന് നമ്മൾ തയ്യാറാവണം എന്നു മാത്രം. ലോകത്ത് വിയർപ്പ് രോഗികൾ ഏറ്റവും കൂടുതലുള്ള കേരളീയർക്ക് അമിഷന്മാരോട് ഒരു പക്ഷേ പുച്ഛം തോന്നിയേക്കാം. ജീവിതാന്ത്യത്തിൽ താൻ നയിച്ചത് ഒരു നല്ല ജീവിതമാണോ എന്ന് വിലയിരുത്തുമ്പോൾ കുറച്ചുകൂടി മൂല്യബോധത്തോടെ പ്രകൃതിയോടിണങ്ങി സമൂഹത്തിന് ഉതകുന്ന ആളായി ജീവിക്കാമായിരുന്നു എന്ന് പലർക്കും തോന്നാറുണ്ട്. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിട്ടുണ്ടാകാം. You live only once, but if you do it right, once is enough.